ഓക്കെ. അപ്പോൾ എന്താ ഓർഗാനിക് കെമിസ്ട്രിയിൽ ടെക്നിക്കലി പറയുകയാണെങ്കിൽ ലാസ്റ്റ് ചാപ്റ്റർ ഇത് ബയോമോളിക്യൂൾസ് കൂടി ഉണ്ട്. പക്ഷേ ഞാനതിപ്പോൾ ഓർഗാനിക് കെമിസ്ട്രി ഞാൻ തൽക്കാലത്തേക്ക് ഉൾപ്പെടുത്തുന്നില്ല, കുറച്ചും കൂടി തിയറി ആയിട്ടുള്ളൊരു ചാപ്റ്റർ ആയതുകൊണ്ട്. സോ ടെക്നിക്കലി നൗ വി ആർ ദ ലാസ്റ്റ് ചാപ്റ്റർ ഓഫ് ഓർഗാനിക് കെമിസ്ട്രി ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് അമീൻസ്. നമ്മൾ ഹാലോ ആൽക്കിൻസ് ഉണ്ട്, ഹാലോ അരീൻസ് ഉണ്ട്, ആൽക്കഹോൾസ്, ഫീനോൾസ്, ഈതേഴ്സ്, ആൽഡിഹൈഡ്സ്, കീറ്റോൺസ്, കാർബോക്സിലിക് ആസിഡ് അതെല്ലാം കടന്നു വന്നിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ അമീൻസിൽ എത്തിയിട്ടില്ലത്. ഒരു ചെറിയൊരു ചാപ്റ്ററാണ്. മറ്റുള്ള ചാപ്റ്റേഴ്സിൽ 2-3 സബ് ടോപ്പിക്സ് ആയിട്ട് പഠിക്കാനുണ്ട്. ഇത് ജസ്റ്റ് ഒറ്റൊരു ടോപ്പിക് മാത്രമേ ഉള്ളൂ. സോ അമീൻസിൻ്റെ പ്രിപ്പറേഷനും അതിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസാണ് ഇതിൻ്റെ ഒരു ഇന്ന് വരുന്നത്. അപ്പോൾ കഴിഞ്ഞ പാഠങ്ങളിൽ നിന്ന് അപേക്ഷിച്ചിട്ട് കുറച്ചും കൂടി ഒരു കമ്പാരിറ്റീവ്ലി ചെറിയൊരു ചാപ്റ്റർ. സോ ലെറ്റ്സ് സീ വാട്ട് വി ഹവ് ഗോട്ട് ഹിയർ. ഇത് പ്രസൻറ്റേഷനിലിട്ടില്ല അല്ലേ, വെരി ബാഡ്. ഓക്കെ നമ്മളെ നെയിംഡ് റിയാക്ഷൻസ് എപ്പോഴില്ല പോലെ തന്നെ എന്താണ് ഗബ്രിയൽ താലിമൈഡ് സിന്തസിസ്, ഹോഫ്മാൻ ബ്രോമൈഡ് ഡീഗ്രഡേഷൻ റിയാക്ഷൻ, കാർബിൽ അമീൻ ടെസ്റ്റ്, ഹിൻസ്ബർഗ് ടെസ്റ്റ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇതിലുള്ള നെയിംഡ് റിയാക്ഷൻസ് എന്ന് പറയുന്നത്. ലെറ്റ്സ് സീ. അപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് അമീൻസ് അപ്പോൾ എന്താണ് ബേസിക്കലി? ഇറ്റ് ഈസ് എ ഡെറിവേറ്റീവ് ഓഫ് അമോണിയ. അതായത് ഈ NH3 എന്ന് പറയുന്നത് നമ്മൾ അമോണിയന എന്താണ് അതിൽ നിന്ന് ഒരു ഹൈഡ്രജൻ പോയിട്ട് അവിടെ ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് കയറി വരുമ്പോഴാണ്, അതായത് R, അപ്പോൾ അത് ബേസിക്കലി എന്തായി മാറും? NH2 ആയിട്ട് മാറും. RNH2നെ ബേസിക്കലി വി സേ ഇറ്റ് ഇസ് എൻ അമീൻ. എന്ത് അമീനാണ്? പ്രൈമറി അമീൻ RNH2 എന്ന് പറയുന്നത്. അന്നേരം പിന്നെയും നമ്മളിപ്പോൾ ഒരു ഹൈഡ്രജൻ കൂടി മാറ്റിക്കഴിഞ്ഞാൽ എന്തായി? R2NH ആയി. അപ്പോൾ എന്തായി? അത് സെക്കൻഡറി അമീനായി മാറി. ടെർഷറി അമീനാകുമ്പോൾ ഇല്ല ഹൈഡ്രജനും കൂടി പോയിട്ട് ലാസ്റ്റ് നൈട്രജൻ മാത്രമായിട്ടും മാറി. അപ്പോൾ എന്തായി? R3N. ദിസ് ഈസ് കോൾഡ് ടെർഷറി അമീൻ. അപ്പോൾ നമ്മൾ നൈട്രജൻ്റെ കൂടെയില്ല ഹൈഡ്രജൻ്റെ എണ്ണം വെച്ചിട്ടാണ് നമ്മൾ പറയുക. ഇഫ് നൈട്രജൻ has 2 hydrogen atoms along with it, we say it is primary amine. Only 1 hydrogen atom secondary amine. ഇത് ഓൺലി നോ ഹൈഡ്രജൻ ആറ്റം ഇറ്റ് ഇസ് ടെർഷ്യറി അമീൻ. അപ്പോൾ അതാണ് സ്ഥിതി. അപ്പോൾ ലെറ്റ്സ് സീ. ഓക്കെ, അമീൻസിൻ്റെ പ്രിപ്പറേഷൻ മെത്തേഡ്സ് ആണ് ഞാൻ അതാ പറഞ്ഞത്. ഗബ്രിയൽ താലിമൈഡ് സിന്തസിസ്. അപ്പോൾ ബേസിക്കലി ഞാൻ എന്താണ് താലിമൈഡ് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയണം. ബേസിക്കലി ഒരു ബെൻസീൻ റിങ്ങിൻ്റെ മുകളിൽ എന്താണ് ഒരു C ഡബിൾ ബോണ്ടോ NH, ഈ ഒരു ഗ്രൂപ്പ് വരുന്ന ഒരു കോമ്പൗണ്ടാണ് നമ്മളെ താലിമൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിലേക്ക് എന്താ ആഡ് ചെയ്ത്? KOH എന്ന് പറയുന്ന നമ്മളെ റിയേജൻ്റ് ആഡ് ചെയ്ത്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന എന്തായി KOH എന്ന് പറയുന്നത് K+H- ആണല്ലോ. അപ്പോൾ ഇവിടെ ഈ ബോണ്ട് ഇവിടെ ബ്രേക്ക് ആയിട്ട് ഇവിടെ ഈ K+OH- അപ്പോൾ എന്താ ഈ വാട്ടർ ആയിട്ട് ഇത് എലിമിനേറ്റ് ആയിപ്പോയി. H+ഉം OH- കൂടി വാട്ടർ ആയിട്ട് എലിമിനേറ്റ് ആയിപ്പോയി. ആ K+ എന്ത് വന്ന് അറ്റാച്ച് ചെയ്ത്? നൈട്രജൻ്റെ കൂടെ അവിടെ അറ്റാച്ച് ചെയ്ത് വന്ന്. അപ്പോൾ എന്തായി? NK+ ആയിട്ട് മാറി. ഇനി ഈ സാധനത്തിന് നമ്മൾ RX എന്താ? ഈ RX എന്ന് വെച്ചാൽ എന്താ? ആൽക്കൈൽ ഹാലൈഡ്. നമ്മളിപ്പോൾ CH3Cl എന്നെല്ലാം പറയുന്ന പോലെ ഒരു ആൽക്കൈൽ ഹാലൈഡ്. എസ് ക്യാൻ ബി എനി ഹാലജൻ. അപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് RX എടുത്ത്. അപ്പോൾ എന്ത് ചെയ്ത്? ആ പറയുന്ന Kയും പിന്നെ Xും എന്താണ് അവിടെ പിന്നെ ഒരു ബ്രേക്കിംഗ് നടന്നു. എന്നിട്ട് പിന്നെ ആ Kയും Xും കൂടിയിട്ട് എന്തായി മാറി? പൊട്ടാഷ്യം ഹാലൈഡായിട്ട് മാറി. എങ്ങനെ? അപ്പോൾ ഹാലൈഡ് ഞാൻ പറയാൻ കാരണം എന്താ? ഇപ്പോൾ Cl ആയിരുന്നെങ്കിൽ പൊട്ടാഷ്യം ക്ലോറൈഡ്, FO വരികയാണെങ്കിൽ പൊട്ടാഷ്യം ഫ്ലൂറൈഡ്. അപ്പോൾ X ആയതുകൊണ്ട് ഞാൻ ഹാലൈഡ് എന്ന് തൽക്കാലത്തേക്ക് സൂചിപ്പിക്കുന്നില്ല. അപ്പോൾ KX ആയിട്ട് ആ ടേം ബൈ പ്രൊഡക്റ്റ് ആയിട്ട് പോയി. അപ്പോൾ പിന്നെ അവിടെ R- ആണല്ലോ ഉള്ളത്. എന്ത് വന്ന്? R- അല്ല, സോറി, ഇത് X- ആണ്. കാരണം ഹാലജൻ ആണല്ലോ മോർ ഇലക്ട്രോൺ നെഗറ്റീവ്. ഇത് എന്താണ്? പ്ലസ് ആയിരിക്കും. അപ്പോൾ ഇതെന്തായി? ഇവിടെ വന്ന് അറ്റാച്ച്. ഇതിനെ പറയുന്ന പേരാണ് ആൽക്കൈൽ എന്താണ് എന്താണത്? താലമൈഡ്. അത് വല്ലാതെ അത് പേരത്. അപ്പോൾ ഈ കിട്ടിയ സാധനം ഇതാ അത് തന്നെയാണ് ഇവിടെയുള്ള സാധനം തന്നെയാണ്. ഇവിടെയുള്ള സാധനം തന്നെയാണ് ഇവിടെ ഇപ്പോൾ എഴുതിയിട്ടുള്ളത്. ചില സമയത്തൊന്നും വരുന്നുമില്ല മഷി. എന്താണ് ഇത്? ഇതിന് aqueous NaOH ഒരു ബേസാണ്. aqueous NaOH ഒരു ട്രീറ്റ് ചെയ്ത സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇവിടെ ഈ പറയുന്ന എന്താണ്
NR എന്ന് പറയുന്ന ഗ്രൂപ്പ് അവിടെ ബ്രേക്കായി. ഇതാ കാണിച്ചു തരാം. ഇതിങ്ങനെ ഈ ബോണ്ട് ബ്രേക്കായിട്ട് ഈ പറയുന്ന എന്തായി RNH2 എന്ന് പറയുന്നത് നമ്മളെ എന്ത് കിട്ടി. ഇത് പോട്ടെ, ഇവിടെ ഇതിനെ നോക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ എയിം എന്ന് പറയുന്ന അമീൻസിന് ഉണ്ടാക്കില്ല. അപ്പോൾ നമുക്ക് ഇവിടുന്ന് എന്ത് കിട്ടി? പ്രൈമറി അമീനായിട്ട് RNH2 കിട്ടി. അതാണ് ബേസിക്കലി എന്ന് പറയേണ്ടത്. ഇത് ആക്ച്വലി ഇപ്പോൾ ഒരു ബൈ പ്രൊഡക്റ്റ് ആയിട്ട് മാറി. കാരണം ഇതിനെക്കൊണ്ട് നമുക്ക് ഇവിടെ പ്രത്യേകിച്ചൊരു എന്താണ് ആവശ്യമില്ല. കാരണം നമ്മളെ എയിം എന്ന് പറയുന്നത് ടു മേക്ക് പ്രിപ്പയർ അമീൻ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഈ റിയാക്ഷൻ വഴി നമുക്ക് എന്ത് കിട്ടി? നമുക്ക് പ്രൈമറി അമീനെ കിട്ടി. സോ ഇത് അത്യാവശ്യം കുറച്ച് എന്താണ് 4-5 റിയാക്ഷനെല്ലാം വരുന്നതുകൊണ്ട് തന്നെ കുറച്ച് എന്താ പറയുക ഒരു ലെവൽ കൂടിയൊരു റിയാക്ഷൻ എന്ന് വേണ്ടിയൊക്കെ പറയാം. ദിസ് ഇസ് ഗബ്രിയൽ താലിമൈഡ് സിന്തസിസ്. ദിസ് ഇസ് ദ ഫസ്റ്റ് നെയിംഡ് റിയാക്ഷൻ. Okay, thalidomide on treatment with ethanolic potassium. മൈക്കിന് ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പോൾ എന്താ പറയുക, താലിമൈഡ് ഓൺ ട്രീറ്റ്മെൻറ്റ് വിത്ത് എത്തനോളിക് പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ് ഫോംസ് പൊട്ടാഷ്യം സാൾട്ട് ഓഫ് താലിമൈഡ് വിച്ച് ഓൺ ഹൈറ്റിംഗ് വിത്ത് ആൽക്കൈൽ ഹാലൈഡ് ഫോളോഡ് ബൈ ആൽക്കലൈൻ ഹൈഡ്രോളിസിസ് പ്രൊഡ്യൂസസ് കറസ്പോണ്ടിങ് പ്രൈമറി അമീൻ. ഇതിൽ പറയുന്ന ഒരു ലിമിറ്റേഷൻ ഞാനിത് ഇവിടെ ഉൾപ്പെടുത്താൻ കാരണം ഇവിടെ ഒരു ലിമിറ്റേഷൻ പറയുന്നുണ്ട്. ആറോമാറ്റിക് പ്രൈമറി അമീൻസ് കനോട്ട് ബി പ്രിപ്പയർഡ് ബൈ ദിസ് മെത്തേഡ് ബിക്കോസ് അറൈൽ ഹാലൈഡ്സ് ഡു നോട്ട് അണ്ടർഗോ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ വിത്ത് ദ ആനിയോൺ ഫോംഡ് ബൈ താലമൈഡ്. നമ്മൾ ഹാലോ ആൽക്കൻസ് ആൻഡ് ഹാലോ അരീൻസിൽ 4 റീസൺസ് പഠിച്ചിട്ടുണ്ട്. ലെസ് റിയാക്ടിവിറ്റി ഓഫ് എറൈൽ ഹാലൈഡ്സ് ടുവേർഡ്സ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞിട്ട് 4 റീസൺ അവിടെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ബേസിക്കലി ഈ റിയാക്ഷനിൽ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്നുണ്ട്. അപ്പോൾ എന്താ, എവിടെ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്നുണ്ടോ അവിടെ എറൈൽ ഹാലൈഡ്സിൻ്റെ റിയാക്ഷന് അവിടെ വർക്കാവില്ല. അതുകൊണ്ടാണ് വിസെ ആറോമാറ്റിക് പ്രൈമറി. അതിപ്പോൾ എന്താ ആറോമാറ്റിക് പ്രൈമറി? ഇത് എന്താണ്? നമ്മൾ അനിലിൻ, ബേസിക്കലി അനിലാണ് നമ്മൾ ആറോമാറ്റിക് പ്രൈമറി അമീനായിട്ട് നമ്മൾ പറയുന്നത്. നമുക്ക് അറിയുന്ന എക്സാമ്പിൾ അതാണ് അനിലിൻ എന്ന് പറയുന്നത്. നമ്മളെ ബെൻസീൻ റിങ്ങിൻ്റെ മുകളിൽ RNH എന്താ പറയുക NH2 എന്ന് പറയുന്ന ഗ്രൂപ്പ് വരുന്നതാണ് അനിലിൻ. ഓക്കെ, നെയിംഡ് റിയാക്ഷൻ ടു ഹോഫ്മാൻ ബ്രോമോമൈഡ് ഡീഗ്രഡേഷൻ റിയാക്ഷൻ. ഇത് ഡീഗ്രഡേഷൻ എന്ന് വിളിക്കാൻ കാരണമുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്ക്, ഇവിടെ ഇപ്പോൾ 2 കാർബണല്ലത്. നിങ്ങൾ വേറെ റിയാക്ഷനൊന്നും ശ്രദ്ധിക്കില്ല, ഞാൻ പറയുന്ന ടേംസ് മാത്രം ശ്രദ്ധിക്കുക. CH3C ഇത് എന്താണ്? CO എന്ന് പറയുന്നത് ഇവിടെ 2 കാർബൺ ഉണ്ട്. ഒരു കാർബൺ ഇവിടെ, ഒരു കാർബൺ ഇവിടെ. പക്ഷേ ഇവിടെ ഈ പറയുന്ന പ്രൊഡക്റ്റിലേക്ക് വരുന്ന സമയത്ത് ഒറ്റ കാർബണില്ല. സോ ഡീഗ്രേഡ്, അതായത് ഡീഗ്രേഡ് എന്ന് പറയുന്നത് നമ്മൾ ഒരാളെ ചവിട്ടി താഴ്ത്തുകയെന്നല്ല, അയാളെ ലെവലൊന്ന് താഴെ കുറച്ച് കളയുക. അപ്പോൾ എന്തായി? ഈ പറയുന്ന 2 കാർബണിലെ നമ്മളെ ഈ റിയാക്റ്റൻ്റ് ഒരു കാർബണായിട്ട് മാറി. സോ ദിസ് ഈസ് എ ഡീഗ്രഡേഷൻ റിയാക്ഷൻ. അതുകൊണ്ടാണ് ഇതിന് ഡീഗ്രഡേഷൻ എന്ന് പ്രത്യേകം പേര് വരാൻ കാരണം എന്ന് പറയുന്നത്. അപ്പോൾ എന്താ സംഭവിച്ചത്? അസറ്റമൈഡ്, അതായത് നമ്മളൊരു അമൈഡിനെ എന്തോ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്? ബ്രോമിൻ, ഒരു ഹാലജനും 4NaOH മീൻസ് ബേസിക്കലി എ ബേസ്. ഇത് ട്രീറ്റ് ചെയ്തിട്ട് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഒരു കാർബൺ കുറവില്ല ഒരു അമീന് കിട്ടുമെന്ന് പറയുന്നത്. ഇപ്പോൾ CH3CONH2 അതായത് C ഡബിൾ ബോണ്ടോ NH2 എന്ന് പറയുന്നതാണ് അമൈഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. നിങ്ങൾ എന്താണ് ജിയോസേമിൻ +1 ഓർഗാനിക് കെമിസ്ട്രിയുടെ ഫസ്റ്റ് പാഠം പഠിക്കുന്ന സമയത്ത് അതിൽ നെയിമിങ്സിൽ ഈ പ്രയോറിറ്റി ഓർഡറിൽ അത് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. CONH2 ആണ് അമൈഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അത് അവിടെ പഠിച്ചാലാണ് ഇവിടെ ഇപ്പോൾ ഇത് എന്താണ് അമൈഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണെന്നില്ല പറയാൻ പറ്റുക. അപ്പോൾ CH3CONH2 അമൈഡ് ഗ്രൂപ്പ് എന്നെ അസറ്റമൈഡ് എന്ന് പറയാമല്ലോ, കാരണം CH3COOH നമ്മൾ അസറ്റിക് ആസിഡ് എന്ന് പറയും. അപ്പോൾ അതുപോലെ ഇത് അസറ്റമൈഡ്. ഇതിന് ഈ പറയുന്ന ബ്രോമിനും NaOH ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെത്തനമീൻ കിട്ടും. അതിൻ്റെ ബൈ പ്രോഡക്ട്സ് കുറച്ച് അധികം ഉണ്ട്. ഇതിൻ്റെ ബൈ പ്രോഡക്ട്സ് ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞാൽ ഞാൻ പറയും ബൈ പ്രോഡക്ട്സ് ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ ഇതിൻ്റെ ബൈ പ്രോഡക്ട്സ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് കൂടി പരീക്ഷയ്ക്ക് എഴുതിയാൽ ഇതിൻ്റെ ഫുൾ മാർക്ക് കിട്ടുന്നുണ്ടാവും. NaBr Na2CO3 സോഡിയം ബൈകാർബണേറ്റ് പിന്നെ വാട്ടർ, ഇതാണ് ഇതിൻ്റെ ബൈ പ്രോഡക്ട്സ്. പ്രൊപ്പനമൈഡ്, ഇത് വേറൊരു എക്സാമ്പിളാണ്. എന്താണ്? 3 കാർബണിലെ ഒരു അമൈഡ്, Br2 ബ്രോമിൻ NaOH.
അപ്പോൾ എന്ത് കിട്ടി? ഞാനിത് കണ്ട പ്രൊപ്പാൻ എന്തായിട്ട് മാറി? എത്താനായിട്ട് മാറി. 2 കാർബൺ ഇവിടെ ഇപ്പോൾ ഇല്ല. ഇവിടെ 3 ഉണ്ടായിരുന്നു, ഇവിടെ 2 ദാറ്റ് ഈസ് വൈ വി സേ ഒരു ലെവല് 3 ലെവലുള്ളത് 2 ലെവലായിട്ട് കുറഞ്ഞ് ഫ്രം അപ്പ് ടു ഡൗൺ. അതാണ് ഡീഗ്രേഡ് ചെയ്യുക. അതിനെ അതിനെ ലെവല് ഡൗൺ ചെയ്ത് കളയുക. അതുകൊണ്ട് ഇത് എത്തനമൈഡ് ആയിട്ട് പറയും. പിന്നെ നമ്മളെ ബൈ പ്രൊഡക്ട്സ് NaBr, പിന്നെ Na2CO3, പിന്നെ വാട്ടർ. അതാണ് ബേസിക്കലി ഹോഫ്മാൻ ബ്രോമോമൈഡ് ഡീഗ്രഡേഷൻ റിയാക്ഷൻ. വല്ലാത്ത ജാതി പേരെന്നൊക്കെ ഓരോന്നിൻ്റെ ഹോഫ്മാൻ്റെ ആയാലും ഇതിൻ്റെ ഒരു ഞാൻ പാഠം ചെറുതായതുകൊണ്ട് ഞാൻ എന്താ പറയുക, ഇതിൻ്റെ ഓരോന്നിൻ്റെയും എക്സ്പ്ലനേഷൻ പോലെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക ഈ ഒരു സ്ലൈഡ് കിട്ടുന്ന സമയത്ത്. ഓക്കെ, ഞാൻ ഇതാ പറഞ്ഞ വളരെ ചെറിയ ചാപ്റ്ററാണ്. ഇതിൻ്റെ പ്രിപ്പറേഷൻ മെത്തേഡ് ആകെ ഇപ്പോൾ 2 കണ്ടില്ലല്ലോ. അപ്പോൾ അമീൻസിന് എനി കെമിക്കൽ പ്രോപ്പർട്ടീസാണ്. നമ്മുടെ പെന്ന് വേണ്ടാമ ഇത് നീങ്ങുകയില്ല. ബേസിക് ക്യാരക്ടർ ഓഫ് അമീൻസ്, ഇത് ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് നിറഞ്ഞൊരു ടോപ്പിക്കായത്. ബേസിക് ക്യാരക്ടർ ഓഫ് അമീൻസ്. നമ്മളെ എന്തുകൊണ്ടാണ് ബേസിസിറ്റിനെ പറ്റി ചർച്ച ചെയ്യുന്നത്? ബേസിസിറ്റി ഒരു രീതിക്ക് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു അക്സെപ്റ്റ് പ്രോട്ടോൺസ്. നമ്മളെ H+ പോലത്തെ ഇപ്പോൾ ഒരു പ്രോട്ടോണാണ്. ആ പോസിറ്റീവ് ചാർജിനെ തൻ്റെ അടുത്തേക്ക് അട്രാക്ട് ചെയ്യുന്നതിൻ്റെ കഴിവിനെയാണ് നമ്മൾ ബേസിസിറ്റി എന്ന് പറയുന്നത്. എസിഡിറ്റി അപ്പോൾ എന്താ? നമ്മളെ കയ്യിൽ നിന്ന് ആ പറയുന്ന H+, ഇപ്പോൾ HCl ഇപ്പോൾ ഒരു ആസിഡ് ആവാൻ എന്താ കാരണം? ഇറ്റ് റെഡിലി അണ്ടർഗോസ് നമ്മളെ ഡീകമ്പോസിഷൻ, പിന്നെ ഡീകമ്പോസിഷൻ അല്ല ക്ലീവേജ് ആൻഡ് ഇറ്റ് ഗെറ്റ്സ് ഫോംഡ് ആസ് H+ അയോൺ. പെട്ടെന്ന് തന്നെ HCl ബോണ്ട് അവിടെ ബ്രേക്ക് ആയിട്ട്, അതായത് ആ Cl- തൻ്റെ അടുത്തേക്ക് ഇലക്ട്രോണിനെ പിടിച്ചു വലിച്ചിട്ട് ആ ബോണ്ട് അവിടെ ക്ലീവേജ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ഈ പറയുന്ന H+ ആയിട്ട് തന്നെ പെട്ടെന്ന് പുറത്തേക്ക് കൊടുക്കും. ദാറ്റ്സ് വൈ വി സേ HCl ഇസ് എ സ്ട്രോങ് ആസിഡ്. നമ്മളൊരിക്കലും HCl ഇസ് എ സ്ട്രോങ് ബേസ് എന്ന് പറയില്ല. NaOH നല്ലൊരു ബേസാണ്. അവിടെ OH- എന്ന് പറയുന്നത് അവിടെ അതിൻ്റെ ബേസിക് ക്യാരക്ടർ തീരുമാനിക്കുന്നത്. അപ്പോൾ അതേപോലെ ഇവിടെ ഈ NH2 എന്ന് പറയുന്ന ഗ്രൂപ്പിന് നമ്മൾ ഈ നൈട്രജൻ്റെ മുകളിൽ ഒരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ട്. സോ യു നോ വാട്ട് ഈസ് എ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ? കെമിക്കൽ ബോണ്ടിങ്ങിൽ പഠിക്കുന്നുണ്ട് വാട്ട് ഈസ് എ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ എന്നുള്ളത്. അപ്പോൾ എന്ത് ചെയ്യും? ഈ നെഗറ്റീവ് ചാർജ് ഹൈഡ്രജനെ ഈ H+നെ അട്രാക്ട് ചെയ്യും, പ്രോട്ടോൺസിനെ. അപ്പോൾ ഇത് എന്തായി മാറി? ദിസ് ബിക്കംസ് ബേസിക്. അപ്പോൾ ഈ ലോൺ പെയർ ഓഫ് നൈട്രജൻ്റെ മുകളിലെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് കാരണം നമ്മളെ NH2 എന്ന് പറയുന്നത് നമ്മളെ അമീൻ ഗ്രൂപ്പ് എന്തായി മാറി? ബേസിക് ആയിട്ട് മാറി. സോ ദാറ്റ്സ് വി സേ അബൌട്ട് ബേസിക് ക്യാരക്ടർ ഓഫ് അമീൻസ്. ആൽക്കൈൽ അമൈൻ, അത് ഇതിൻ്റെ കുറച്ച് എന്താ പറയുക കമ്പാരിസൺസ് ഉണ്ട്. ആൽക്കൈൽ അമൈൻ വേഴ്സസ് അമോണിയ. അതായത് നമ്മളെ ബേസിക് ആയിട്ടുള്ള അമോണിയക്ക് ബേസിസിറ്റി ഉണ്ട്. NH3ക്ക് അതിൻ്റെ മുകളിൽ നൈട്രജൻ്റെ മുകളിൽ ലോൺ പെയർ ഉണ്ട്. പക്ഷേ അതേസമയം ഇപ്പോൾ ആൽക്കൈൽ അമൈൻ എന്ന NH2 ഗ്രൂപ്പായിട്ട് ഇവിടെ CH3. ഇതിനിപ്പോൾ ഞാൻ എന്താ പറയുക മെത്തനമൈഡായത്. ഈ മെത്തനമൈഡിന് എന്തിനെക്കാട്ടും ബേസിസിറ്റി കൂടുതലായിരിക്കും? അമോണിയക്കാട്ടും കൂടുതലായിരിക്കും. നമ്മളിത് കമ്പാരിറ്റീവായിട്ട് മാത്രമാണ് പറയുന്നത്. ഇതിന് ബേസിസിറ്റി ഇല്ല എന്നൊന്നും ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഈ അമോണിയക്ക് ബേസിസിറ്റി ഉണ്ട്, പക്ഷേങ്കിൽ ഇത് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും? ഇതിന് ബേസിസിറ്റി കുറവായിരിക്കും. അതെന്തുകൊണ്ട് അങ്ങനെ വരുന്നത്? +I എഫക്റ്റ്, ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണ് EDG എന്ന് പറയുന്നത്. അപ്പോൾ ആക്ച്വലി ഞാൻ എൻ്റെ GOC എന്ന് പറയുന്ന റിയാക്ഷൻ മെക്കാനിസത്തിൽ ഇതിനെപ്പറ്റി ഇൻഡക്റ്റീവ് എഫക്റ്റെല്ലാം എന്താണെന്ന് കറക്റ്റായിട്ട് പഠിച്ച ഒരാൾക്ക് ഞാൻ ഈ പറയുന്ന സംഭവം എന്താ പറയുക മനസ്സിലാവും. അപ്പോൾ എന്ത് ചെയ്യും? ഈ പറയുന്ന ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് എഫക്റ്റ് കാരണം ഈ CH3 ഗ്രൂപ്പ് ഇതിൻ്റെ അടുത്തേക്ക് നൈട്രജൻ്റെ അടുത്തേക്ക് വിശാല മനസ്കത കാരണം ഇലക്ട്രോൺസിന് അങ്ങോട്ടേക്ക് ഡൊണേറ്റ് ചെയ്യും. അപ്പോൾ എന്താവും? ഈ പറയുന്ന നെഗറ്റീവ് ചാർജ് നെഗറ്റീവ് ലോൺ പെയറിൻ്റെ അത് ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടും. അപ്പോൾ പെട്ടെന്ന് തന്നെ H+ന് എന്ത് ചെയ്യും? ഇതിൽ മുകളിൽ അറ്റാക്ക് ചെയ്തിട്ട് ഇതിൻ്റെ ബേസിക് ക്യാരക്ടർ കൂട്ടാൻ പറ്റും. ആക്ച്വലി ഇത് അറിയണ്ടെങ്കിൽ ഈ സംഭവം ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന അറിയണ്ടെങ്കിൽ ഇൻഡക്റ്റീവ് എഫക്റ്റ് എന്താണെന്നും ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പും അതിൻ്റെ റോൾ എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് അറിയണം. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്, എൻ്റെ ചാനലിൽ തന്നെ ഉണ്ട്. ഇത് കുറച്ചും കൂടി വ്യക്തമായിട്ട് ഡീപ്പായിട്ട് മനസ്സിലാക്കണ്ടെങ്കിൽ ആ വീഡിയോ ചെന്ന് കാണേണ്ടി വരും. അതാ പറയുന്നത്, നമ്മൾ വെറുതെ കുറേ തിയറി പഠിച്ചതിനെ കൊണ്ട് കാര്യമില്ല. ഇതിൻ്റെ മൊത്തം ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ജനറൽ ഓർഗാനിക് കെമിസ്ട്രിയാണ്, റിയാക്ഷൻ മെക്കാനിസം. ഇതൊന്നും അറിയാണ്ട് ഇത് ഞാൻ വെറുതെ ഇങ്ങനെ പറഞ്ഞു പോയിട്ട് കാര്യമില്ല. അതാണ് ബേസിക്കലി എന്താ പറയുക, എനിക്ക് എന്താ പറയുക ഇൻഡക്റ്റീവ് എഫക്റ്റ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള സമയം മാത്രം കൂടിയില്ല, അതുകൊണ്ടാണ്. അപ്പോൾ എന്ത് ചെയ്യാം, അത് വ്യക്തമായിട്ട് അറിയണ്ടോറ് അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് ഇൻഡക്റ്റീവ് എഫക്റ്റ് എന്താണെന്നില്ല കണ്ട ശേഷം എന്നിട്ട് ഈ ഭാഗത്തേക്ക് പിന്നെയും തിരിച്ചു വരിക എന്നുള്ളതാണ്. അപ്പോൾ അതെന്താണെന്നുള്ളത് ആദ്യം അറിയണം, എന്നാലേ നമുക്ക് ഈ പറയുന്ന ഇതെന്തുകൊണ്ടാണ് ഇത് മോർ ബേസിക് എന്നില്ല പെട്ടെന്ന് മനസ്സിലാവും. ബേസിക് സ്ട്രെങ്ത് ഓഫ്
ആലിഫാറ്റിക് അമീൻസ്. ഈ പറയുന്ന എന്താണ് നമ്മളെ രണ്ട് കേസസ് വരുന്നുണ്ട്. ഒന്ന് ഗ്യാഷ്യസ് മീഡിയം, അതായത് നമ്മളെ ഗ്യാസ് ഫേസിൽ നമ്മളെ ഈ പറയുന്ന എയർ മോളിക്യൂൾസിൻ്റെ അതിൻ്റെ അടുക്ക് എന്ത് സംഭവിക്കുന്നു. അതേപോലെ എക്വസ് മീഡിയം, വാട്ടറിൽ ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ബേസിക് സ്ട്രെങ്ത് എന്ത് സംഭവിക്കും. ഒന്ന് ഗ്യാസിൽ ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ എസിഡിറ്റിയിൽ എസിഡിറ്റി എന്ന് പറയുന്നത് ബേസിസിറ്റിയിൽ എന്താ മാറ്റം വരിക. അതേപോലെ അതിൻ്റെ ഓർഡർ അതേപോലെ എക്വസ് മീഡിയത്തിലും. അതപ്പോൾ എന്താ നമ്മളെ ഞാൻ ആദ്യം പറയാൻ പോകുന്ന കേസ് ഗേഷ്യസ് മീഡിയം. ആലിഫാറ്റിക് അമീൻസ് ആർ സ്ട്രോങ്ങർ ബേസസ് ദെൻ അമോണിയ ഡ്യൂ ടു ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്. അത് ഞാൻ പറഞ്ഞല്ലോ നമ്മളെ പ്ലസ് ഐ എഫക്റ്റ്. ഇലക്ട്രോൺ ഡെൻസിറ്റി ഓൺ നൈട്രജൻ ആറ്റം increases, it can donate lone pair of electrons more easily than ammonia. Thus, basicity of amines decreases in the order in gaseous phase. നമ്മുടെ ടെർഷ്യറിക്കായിരിക്കുമോ ഏറ്റവും കൂടുതൽ. അത് ആക്ച്വലി ഞാനിപ്പോൾ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അതായത് ഇപ്പോൾ CH3 CH3 മോളിലൊരു CH3, അതാണല്ലോ ബേസിക്കലി ടെർഷ്യറി അമീൻ. അപ്പോൾ ഈ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് എന്ത് ചെയ്യും, ഇയാളും ഈ നൈട്രജൻ്റെ അടുത്തേക്ക് ഡൊണേറ്റ് ചെയ്യും ഇലക്ട്രോണ്, മുകളിലത്തെ CH3 ഡൊണേറ്റ് ചെയ്യും, ഇപ്പുറത്തെ ലെഫ്റ്റ് റൈറ്റ് സൈഡിലെ ജങ്ങയും ഡൊണേറ്റ് ചെയ്യും. അപ്പം 3 ആൾക്കാരെ ഇതായി. അതായത് ഇങ്ങനെ ഇതിപ്പോൾ നടുക്കൊരു നൈട്രജൻ ഉണ്ട് എന്ന് വിചാരിക്കും. ഇങ്ങൊന്നും CH3ൻ്റെ എഫക്റ്റ് വരുന്നുണ്ട്, ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യുന്നുണ്ട്, മുകളിൽ നിന്നും ഡൊണേറ്റ് ചെയ്യുന്നുണ്ട്, അതേപോലെ ഈ സൈഡിൽ നിന്നും ഡൊണേറ്റ് ചെയ്യുന്നുണ്ട്, ഈ 2 സൈഡിൽ നിന്ന്. അപ്പോൾ എന്താ, ഇതിന് നല്ല ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടി, അപ്പോൾ നല്ലോണം രീതിക്ക് ബേസിക്കായി. അതിലും കുറവായിരിക്കും 2 എണ്ണത്തിൻ്റെ എഫക്റ്റ്, അതിലും കുറവായിരിക്കും 1ൻ്റെ എഫക്റ്റ് പ്രൈമറി, അതിലും കുറവായിരിക്കും NH3. സോ ദിസ് ഓർഡർ ഇസ് വെരി ഈസി. ടെർഷ്യറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ പ്രൈമറി. ഇതിൽ വേറെ പ്രത്യേകിച്ചിട്ട് ആലോചിക്കാനൊന്നുമില്ല. ഗ്യാഷ്യസ് മീഡിയം ചോദിച്ചു കഴിഞ്ഞാൽ നേരെ എന്ത് ചെയ്യാം, ബേസിസിറ്റി ഓർഡർ ടെർഷ്യറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ പ്രൈമറി. പക്ഷേ എൻ്റെ കളിയിൽ ട്വിസ്റ്റ് ഉണ്ട്, അത് അടുത്ത ഞാൻ കാണിച്ചു തരാം. ഭയങ്കര കൺഫ്യൂസിങ് ആണ്. അതായത് ഇമോജിയിൽ ഇട്ടിട്ടുണ്ട്, ഭയങ്കര ട്രിക്കിയായി. ഇത് മീഥൈൽ അമൈൻസിൽ എക്വസ് മീഡിയത്തിൽ 2 കേസുണ്ട്. ഒന്ന് മീഥൈൽ അമൈൻ, അതായത് CH3 വെച്ചിട്ടില്ല, CH3 NH2 ആ പറയുന്ന ഗ്രൂപ്പ് വെച്ചിട്ടില്ല ഇതു. അതേപോലെ ഈഥൈൽ അമൈൻസ് CH3 CH2 വെച്ചിട്ടില്ല ഇതു. കാരണം നമ്മൾ ഈ പറയുന്ന നൈട്രജൻ്റെ കൂടെയില്ല ഹൈഡ്രജൻ്റെ എണ്ണം നോക്കിയിട്ടാണ് പ്രൈമറിയാണ് സെക്കൻഡറി ആണോ എന്നെല്ലാം പറയുക. അല്ലാണ്ട് CH3യിൽ എന്താ പറയുക അതിൻ്റെ കാർബൺ എണ്ണത്തിൻ്റെ എണ്ണമൊന്നും നോക്കിയിട്ടൊന്നല്ല പറയുന്നത്. സോ വി സേ ഇത് ഇപ്പോൾ CH3 ട്വൈസ് NH എന്ന് പറയുന്നതാണ് സെക്കൻഡറി അമീന്. CH3 NH2 എന്ന് പറയുന്ന പ്രൈമറി അമീന്. CH3 ത്രൈസ് ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ നടുക്കൊരു നൈട്രജന്, ഇവിടെ ഒരു CH3 ഗ്രൂപ്പ്, ഇവിടെ ഒരു CH3 ഗ്രൂപ്പ്, മുകളിലൊരു CH3 ഗ്രൂപ്പ്. അതാണ് ബേസിക്കലി ടെർഷ്യറി അമീൻ എന്ന് പറയുന്നത്. അതേപോലെ ഈഥൈൽ അമീൻസ് എന്നാ CH3 CH2 അത് 2 എണ്ണം ഉണ്ടെങ്കിൽ, പിന്നെ NH ആണെങ്കിൽ സെക്കൻഡറി അമീന്, CH3 CH2 ത്രൈസ്. ഇതേപോലത്തെ 3 ഗ്രൂപ്പ്, പക്ഷേ അത് 3 ഈഥൈൽ ഗ്രൂപ്പാണെങ്കിൽ ദിസ് ഇസ് ടെർഷ്യറി അമീൻ. ഇതിപ്പോൾ CH3 CH2 NH2 ആണെങ്കിൽ പ്രൈമറി അമീൻ. അതാണ് ബേസിക്കലി അത് അതിൻ്റെ ഒരു ഓർഡർ. പക്ഷേ അതിൻ്റെ ഓർഡർ എന്താ പറയുക, അത് അതിൻ്റെ ഒരു എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൻ്റെ രീതി അത്. പക്ഷേ ഇതിൻ്റെ ഓർഡർ നോക്കി നോക്കും. മീഥൈൽ അമീൻസിൽ സെക്കൻഡറി ഈസ് ഗ്രേറ്റർ ദാൻ പ്രൈമറി ഈസ് ഗ്രേറ്റർ ദാൻ ടെർഷ്യറി. അതെന്ത് ഓർഡർ അത്. അതേപോലെ ഈഥൈൽ അമീൻസിൽ സെക്കൻഡറി ഈസ് ഗ്രേറ്റർ ദാൻ ടെർഷ്യറി ഗ്രേറ്റർ ദാൻ പ്രൈമറി. ലൈക്ക് വാട്ട്, അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഓർഡർ വരാൻ കാരണം? കാണുമ്പോൾ തന്നെ ഇതൊന്നൊരു ഓക്വേർഡായിട്ടില്ല, ഒരു ഭയങ്കര സ്ട്രേഞ്ച് ആയിട്ടുള്ള ഓർഡറായത്. 2-1-3 2-3-1. ബേസിക്കലി ഒന്നിക്കൽ നമ്മൾ 3 ടെർഷ്യറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ പ്രൈമറി, അല്ലെങ്കിൽ തിരിച്ചിട്ട് പ്രൈമറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ ടെർഷ്യറി, നമ്മൾ ഇതുവരെ കണ്ട ഓർഡർ എന്ന് പറയുന്നത്. പക്ഷേ ഈ അമീൻസ് പറയുന്ന ചാപ്റ്ററിൻ്റെ ഒരു പ്രത്യേകത ഇത് വല്ലാത്ത ജാതി ഒരു ഓർഡറായത്. സെക്കൻഡറി ഗ്രേറ്റർ ദാൻ പ്രൈമറി ഗ്രേറ്റർ ദാൻ ടെർഷ്യറി. ലൈക്ക് ഹൗ ഡസ് ദാറ്റ് ഈവൻ മേക്ക് സെൻസ്? സെക്കൻഡറി ഗ്രേറ്റർ ദാൻ ടെർഷ്യറി ഗ്രേറ്റർ ദാൻ പ്രൈമറി. ഇതിങ്ങനെ സെക്കൻഡറി എങ്ങനെ ഇവിടെ ഫസ്റ്റ് കയറി വന്ന്? ഒന്നിക്കൽ ഇത് പ്രൈമറി ആയിരിക്കണം, അല്ലെ ടെർഷ്യറി ആയിരിക്കണം. ഇതിങ്ങനെ സെക്കൻഡറി എങ്ങനെ ഇവിടെ ഫസ്റ്റ് കയറി വന്ന്? ഇതിൻ്റെയൊക്കെ റീസണ് ഡീറ്റെയിൽ ആയിട്ട് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. സെക്കൻഡറി മീഥൈൽ അമൈൻ ഇസ് ദ സ്ട്രോങ്ങസ്റ്റ് ബിക്കോസ് ഇറ്റ് ഹാസ് 2 ഗ്രൂപ്പ്സ് ഇൻക്രീസിങ് ഇറ്റ് സ്ട്രെങ്ത്. മീഥൈൽ അമീൻസിൻ്റെ കേസിലായത് ഇറ്റ് സ്റ്റേസ് സ്റ്റേബിൾ ഇൻ വാട്ടർ. പ്രൈമറി അമീൻ ഇസ് ലെസ് ബൾക്കി ഗ്രൂപ്പ് ആൻഡ് ഹാസ് ഗ്രേറ്റസ്റ്റ് ഹൈഡ്രേഷൻ എഫക്റ്റ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് സെക്കൻഡറി ഈ പറയുന്ന
ഈ മീതൈൽ അമൈൻസിലും ഈതൈൽ അമൈൻസിലും ഒരു രീതിക്ക് ഒരു എന്താ പറയുക, ഇതിൽ 3 ഓർഡർ വരുന്നുണ്ട്. അതായത് ഒന്ന് പ്ലസ് ഐ എഫക്റ്റ്. ഞാൻ പറഞ്ഞില്ല, ഇത് GOC അറിയില്ലെങ്കിൽ ഈ പറയുന്ന ഞാൻ ഈ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒന്നും മനസ്സിലാവില്ല. ഇതിൽ പറയുന്ന ഒന്ന് ഇൻഡക്റ്റീവ് എഫക്റ്റ്, ഒന്ന് ഹൈഡ്രേഷൻ എഫക്റ്റ്, വേറൊന്നെന്ന് വെച്ചാൽ നമ്മളെ ബൾക്കിനെസ് അല്ല സ്റ്റെറിക് ഹിൻഡ്രൻസ്. ഈ പറയുന്ന 3 ഫാക്ടേഴ്സിനെയാണ് ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ കേസ് പറയുകയാണെങ്കിൽ ഗ്രേറ്റസ്റ്റ് ഇവിടെ പ്രൈം എന്ന് പറയുക സെക്കൻഡറി എന്ന് പറയുക നിങ്ങളെ മനസ്സിൽ ആലോചിക്കുക. ഈതൈൽ അമീൻസിനാണെങ്കിലും എന്താണ് മീതൈൽ അമീനാണെങ്കിലും മറ്റേ അക്വസ് മീഡിയത്തിൽ ബേസിക് സ്ട്രെങ്ത്തിൽ അയാളെ സെക്കൻഡറിയെ ഫസ്റ്റ് വരെ പോകുന്നില്ല. സെക്കൻഡ് ഈസ് ഗോയിങ് ടു കം ഫസ്റ്റ്, അത്രയല്ല. അതിൽ വേറെ അതെന്തുകൊണ്ട് അങ്ങനെ വന്നൊന്നുമില്ല. അത് സെക്കൻഡ് അതായിരിക്കും ഫസ്റ്റ് വരിക. അതിന് ശേഷം ഓർഡറിലാണ് എന്താ പറയുക, 1 കഴിഞ്ഞിട്ടാണോ 3 അല്ലെങ്കിൽ 3 കഴിഞ്ഞിട്ടാണോ 1. അതെങ്ങനെ മനസ്സിലാവുക? മീതൈൽ അമൈൻസിൻ്റെ കേസിൽ 1 കഴിഞ്ഞിട്ടാണ് 3 വരുന്നത്. ഫസ്റ്റ് പ്രൈമറി കംസ് ദെൻ ടെർഷ്യറി കംസ്. അപ്പോൾ അതെന്തുകൊണ്ട് അങ്ങനെ വരാൻ കാരണം അതിൻ്റെ റീസൺ അവിടെ കൊടുത്തിട്ടില്ലത്. പ്രൈമറി അമീൻ ഇസ് ലെസ് ബൾക്കി ഗ്രൂപ്പ്. അപ്പോൾ അതിനൊരു അഡ്വാൻറ്റേജ് കിട്ടി, അത് ലെസ് ബൾക്കി ഗ്രൂപ്പാണ്, അതിന് സ്റ്റെറിക് ഫാക്ടർ കുറവാണ്. ആൻഡ് ഇറ്റ് ഹാസ് ഗ്രേറ്റസ്റ്റ് ഹൈഡ്രേഷൻ എഫക്റ്റ്. അതിന് ഹൈഡ്രേഷൻ എഫക്റ്റിൻ്റെ കാര്യത്തിലും ആക്ച്വലി ഹൈഡ്രേഷൻ എഫക്റ്റും ജനറൽ ഓർഗാനിക് കെമിസ്ട്രിയിലാണ് പഠിക്കുന്നത്. അപ്പോൾ അതെന്താണെന്ന് അറിയണമെങ്കിൽ അവിടെ നിന്ന് കയറേണ്ടി വരും. ഇപ്പോൾ ഈ 2 അഡ്വാൻറ്റേജസ് ഇത് തന്നെയാണ്. ടെർഷ്യറി അമീന് നല്ല പ്ലസ് ഐ എഫക്റ്റ് ഉണ്ട്, കാരണം അതിന് 3 CH3 ഗ്രൂപ്പ് എന്ത് ചെയ്യുന്നുണ്ട്, ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അപ്പോൾ എന്താ അതിന് ഒരു അഡ്വാൻറ്റേജ് കിട്ടി. ഞാനിത് ആക്ച്വലി ഇത് GOCൻ്റെ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഇട്ട വീഡിയോയിൽ GOC റിയാക്ഷൻ മെക്കാനിസം പാർട്ട് 5 അല്ലെ പാർട്ട് 4 ആണെന്ന് തോന്നുന്നു, അതിൻ്റെ ബേസിക് സ്ട്രെങ്ത് ഓഫ് അമീൻസ് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഈ കംപ്ലീറ്റ് നമ്മളെ മെഡലിൻ്റെ കളിയിലും വെച്ചിട്ട് സെക്കൻഡറി എന്ന് പറയുക പ്രൈമറി അമീൻസ് ഈ ടെർഷ്യറി അമീൻസിനെക്കാട്ട് 2 മെഡൽ നേടി, ഇയാൾ 1 മെഡലേ നേടിയിട്ടില്ല. അപ്പോൾ ഇയാൾ കളിയിൽ ജയിച്ച്, മറ്റേയാൾ എന്താ പറയുക അടുത്ത കേസ് വരുന്നപ്പോഴത്തേക്ക് ടെർഷ്യറി നല്ല എന്താ പറയുക ശക്തമായി തിരിച്ചു വരും നടത്തിയിട്ട് എന്താ പറയുക നമ്മളെ പ്രൈമറീനെ 8 നിലക്ക് പൊട്ടിച്ചെന്നെല്ലാം പറഞ്ഞിട്ട് ഒരു എന്താ പറയുക അതിൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഇതിൽ പറയുന്നതിനെക്കാട്ടും കൂടുതൽ എന്താ പറയുക മനസ്സിലാവുക. ഞാൻ വളരെ ഇതെന്താ പറയുക, ഇത് ഞാൻ പറഞ്ഞില്ല, ഇതിൻ്റെ ഈ പറയുന്ന റീസണ് വായിച്ചിട്ട് മനസ്സിലാവേണ്ടിക്കൽ GOC നല്ലോണം അറിയണം. അല്ലാത്തടത്തോളം കാലം ഒരു കുട്ടിക്കും ഇത് ചെയ്യാനാവില്ല. മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇത്, കാരണം ഇത് നല്ല ഡീപ്പായിട്ടുള്ളൊരു കോൺസെപ്റ്റ്. ഇത് ഇത്ര പെട്ടെന്നൊന്നൊരു ബോർഡ് ലെവലിൽ നല്ല എന്താണ് ഡീപ്പ് ലെവലിലൊരു കോൺസെപ്റ്റ് കൂടി. ഇത് നല്ല എന്താ പറയുക ആ രീതിക്ക് ടെസ്റ്റ് ചെയ്യുന്നൊരു കോൺസെപ്റ്റാണ് ഇത്. ഈ പറയുന്ന ഹൈഡ്രേഷൻ എഫക്റ്റ് ഒന്നും ചിലപ്പോൾ നിങ്ങൾ പഠിക്കുന്നേ ഉണ്ടാവില്ല, പക്ഷെ ഇത് അറിഞ്ഞാൽ മാത്രമേ ദിസ് ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ. ടീച്ചേഴ്സ് ചിലപ്പോൾ എന്താണ് ബേസിക്കായിട്ട് കാര്യങ്ങളെ പറഞ്ഞിട്ടുണ്ടാവും, ജസ്റ്റ് ഓർഡർ മാത്രമൊക്കെ ചിലപ്പം പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഇതാണ് ഇതിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള ദ റിയൽ റീസൺ വൈ എന്താണ് ഈ ഒരു ഓർഡർ കാണിക്കാൻ കാരണമെന്നില്ല. അപ്പോൾ ഞാനിതിപ്പോൾ ഇവിടെ ഇത് കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവും. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കുക എന്നുള്ളതാണ്. അന്നേരം കൂടുതൽ വ്യക്തമായിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഏറ്റവും മനസ്സിലാവുന്ന സിമ്പിളായിട്ടുള്ള ലാംഗ്വേജിൽ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് 2ൻ്റെ സ്പെഷ്യൽ കേസാണെന്നുള്ളത് ഓർത്തുകൊണ്ട് ആ വീഡിയോ എന്തായാലും ഒന്ന് കാണാൻ ശ്രമിക്കുക. കാരണം ഞാനിതിവിടെ എക്സ്പ്ലെയിൻ ചെയ്തതിനെ കൊണ്ട് പ്രത്യേകിച്ച് തോന്നലൊരു ഗുണമുണ്ടെന്നില്ല. കാരണം GOC പഠിക്കാണ്ട് റിയാക്ഷൻ മെക്കാനിസം ഒന്നും പഠിക്കാണ്ട് ഒന്നും ചെയ്യാനാവില്ല ഇവിടുത്തെ ഈ ഒരു റീസണ്ണ. അതാണ് മറ്റേ ഇവിടെ 2, 1, 3 ആയിരുന്നു ഈ മീതൈൽ അമീൻസിൻ്റെ കേസിൽ. ഇവിടെ ഈതൈൽ അമീൻസിൽ 2, 3, 1 ആണ്. ഇതിൻ്റെ റീസൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യാം, ആ പറയുന്ന യൂട്യൂബ് വീഡിയോ കണ്ടു നോക്കുക, ചാനലിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അത്. അനിലിൻ വാസ് അമോണി. ഇതിലാരെ കൂടുതൽ ബേസിക് നമ്മൾ പറയാം എന്താണ്, അമോണിയ ഈസ് മോർ ബേസിക്. ഇതിൻ്റെ റീസണ് ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ സിമ്പിളായിട്ടുള്ള റീസണാണ്. അതായത് നമുക്കറിയാലോ ഈ പറയുന്ന റെസണൻസ് സ്റ്റെബിലൈസ്ഡ് ആണ് നമ്മളെ ബെൻസീൻ റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താവും, നമ്മൾ ഈ പറയുന്ന ഇതിൻ്റെ ലോൺ പെയർ ഇതിൻ്റെ എന്തേലേക്ക് ചാടും, ഓക്കെ, നമ്മൾ ഈ ലോൺ പെയർ ഇവിടത്തേക്ക് ചാടും. റെസണൻസ് അപ്പോൾ എന്ത് ചെയ്യും, ആ ബോണ്ട് അവിടെ ക്രിയേറ്റ് ആയി, എന്നിട്ട് അവിടെ ഒരു പോസിറ്റീവ് ചാർജ്, എന്നിട്ട് പിന്നെയും ഇങ്ങോട്ടേക്ക് തിരിഞ്ഞ്, അപ്പോൾ തിരിഞ്ഞും മറിഞ്ഞും കളിച്ചുകൊണ്ടിരിക്കും നമ്മൾ ഈ പറയുന്ന ഈ പറയുന്ന എനിലിനൊക്കെ ഗ്രൂപ്പ്. അപ്പോൾ കാരണം എന്താ, അതിനോട് നെഗറ്റീവ് ഉണ്ട്. അപ്പോൾ അത് അങ്ങോട്ടേക്ക് ചാടി അയാൾ
ഇങ്ങോട്ടേക്ക് ചാടി, പറയുന്ന ലോൺ പെയർ പിന്നെ ഇങ്ങനെ തിരിഞ്ഞ് പിന്നെ മുകളിലേക്ക് വന്ന്. സോ ദിസ് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഇസ് ലെസ് അവൈലബിൾ ആസ് എ ബേസ്. കാരണം നമ്മൾ വേണ്ട സമയത്ത് എന്താ ചെയ്യുക, ഇപ്പം നൈട്രജൻ എടുത്താളാ എന്ന് പറയാം, ഞാനിവിടെ വരെ ശ്രമിക്കുന്നുണ്ട്, എൻ്റെ കയ്യിൽ ലോൺ പെയർ ഉണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട്, പക്ഷേ ഇപ്പോൾ ഉണ്ടോയെന്ന് വെച്ചാൽ ഇപ്പോൾ ഇല്ല. ബേസിക്കലി അനിലിൻ്റെ അടുത്ത് നൈട്രജൻ ഇതുണ്ട്, പക്ഷെ ഇത് റെസണൻസ് സ്റ്റെബിലൈസേഷനിൽ ഇങ്ങനെ പങ്കെടുക്കുന്നതുകൊണ്ട് എന്തുണ്ടാവില്ല, ആ സമയത്ത് പെർട്ടിക്കുലർ മൂവ്മെൻറ്റ് ചോദിക്കുന്ന സമയത്ത് അയാളുടെ കയ്യിൽ ഇത് ഉണ്ടാവില്ല. NH3 അങ്ങനെ എന്താ പറയുക സ്റ്റെബിലൈസേഷനൊന്നും റെസണൻസ് ഒന്നും നടക്കുന്നൊന്നുമില്ല. അപ്പോൾ എന്താ, അത് എപ്പോഴും ചോദിച്ചാലും ഏത് പാതിരാതിക്ക് ചോദിച്ചാലും എൻ്റെ കയ്യിൽ ലോൺ പെയർ ഇലക്ട്രോൺ ഉണ്ട്, വേഗം വന്ന് തന്നെ അറ്റാക്ക് ചെയ്തോന്ന് പറഞ്ഞിട്ട് അയാൾ പ്രോട്ടോണിനെ അക്സെപ്റ്റ് ചെയ്യും. പക്ഷേ ഇയാൾക്ക് അങ്ങനെ പറ്റൂല. ഇയാൾ ചില സമയത്തല്ലോ ഇതിങ്ങനെ റെസണൻസിൽ ഇങ്ങനെ തിരിഞ്ഞും പറഞ്ഞും കളിച്ചിട്ട് എന്താ പറയേണ്ടത്, ഇറ്റ് ഈസ് നോട്ട് റെഡിലി അവൈലബിൾ ആസ് എ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ. സോ വി സേ ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് അവൈലബിൾ ആസ് എ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഡ്യൂ ടു റെസണൻസ് എഫക്റ്റ്, എന്താണ്, അനിലിൻ ഈസ് ലെസ് ബേസിക് ദൻ അമോണിയ. ഇത് എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്, തിയറി ആയിട്ട് ഇത് പഠിച്ചു നോക്കുക. എന്താണ് റീസൺ? ദ ലോൺ പെയർ ഓൺ അനിലിൻ അല്ലെങ്കിൽ എന്താണ് നൈട്രജൻ ഓൺ അനിലിൻ ഈസ് നോട്ട് അവൈലബിൾ, എന്താണ്, ബിക്കോസ് ഓഫ് റെസണൻസ് എഫക്റ്റ്. അമോണിയ ഈസ് മോർ ബേസിക് ആയതാ. ഇൻ അനിലിൻ ഡ്യൂ ടു റെസണൻസ് ദ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഓൺ നൈട്രജൻ ഈസ് ഡീലോക്കലൈസ്ഡ്. അതായത് അതിലേക്ക് ഡീലോക്കലൈസ് എന്ന് പറയുമ്പോൾ എന്നാൽ അതിലിങ്ങനെ തിരിഞ്ഞു മറിഞ്ഞു കളിക്കുക എന്നുള്ളതാണ്. ഡീലോക്കലൈസ്ഡ് ഇൻ ദ ബെൻസീൻ റിംഗ് ആൻഡ് ലെസ് അവൈലബിൾ ഫോർ പ്രോട്ടോണേഷൻ. പ്രോട്ടോണേഷൻ എന്ന് പറയുമ്പോൾ ആ പ്രോട്ടോൺ അക്സെപ്റ്റ് ചെയ്യാനില്ല ആ പ്രോസസ്സിനെയാണ് പ്രോട്ടോണേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, ഇറ്റ് ഈസ് നോട്ട് അവൈലബിൾ. ചോദിക്കുന്ന സമയത്ത് ഇയാളുടെ കയ്യിൽ എന്താണ് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഇല്ല, പിന്നെ എങ്ങനെയാണ് ഹൈഡ്രജന് അല്ലെ പ്രോട്ടോൺ എങ്ങനെയാണ് ചെന്നിട്ട് അവിടെ അറ്റാക്ക് ചെയ്യാൻ പറ്റും? ഇത് ചോദിക്കുന്ന സമയത്തൊന്നും ചങ്ങയുണ്ടല്ലോ. ഇവിടെ വേറെ ഇടയിൽ ഇങ്ങനെ തിരിഞ്ഞു മാറുന്ന ബെൻസീൻ റിങ്ങിൻ്റെ ഇടയിൽ ഇങ്ങനെ തിരിഞ്ഞു മറിഞ്ഞും കളിക്കുന്നുണ്ടാവും, മറ്റേ ഓട്ടപ്പാച്ചിൽ മത്സരം പോലെ. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ബേസിക് എന്താ പറയുക, ഒരു വേണ്ട സമയത്ത് ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് അതിനെങ്ങനെയാണെന്ന് പറയേണ്ടത്, നല്ല ബേസിക് ക്യാരക്ടർ ഉണ്ട് എന്ന് പറയാൻ പറ്റും. വി കനോട്ട് സേ ഇറ്റ് ഇസ് ദാറ്റ് മച്ച് ബേസിക്. എന്താണ്, അതുകൊണ്ടാണ് പറയുന്നത് അനിലിൻ ഇസ് ലെസ് ബേസിക് ദൻ അമോണിയ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കാരണം. നെയിംഡ് റിയാക്ഷൻ 3, യെസ് കാർബിൽ അമീൻ റിയാക്ഷൻ. ഇത് ആക്ച്വലി ഒരു ടെസ്റ്റാണ്, ഇതിൻ്റെ പേര് അങ്ങനെ വരുന്നതുകൊണ്ടാണ് അത് നെയിംഡ് റിയാക്ഷൻ ആയത്. അതായത് ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ ടെസ്റ്റ് ഫോർ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് പ്രൈമറി അമീൻസ്. എൻ്റെ കയ്യിൽ അനിലിന് തന്നിട്ടുണ്ട്, എൻ്റെ മറ്റേ കയ്യിൽ എന്താണ് പ്രൈമറി അമീന് തന്നിട്ടുണ്ട്. എൻ്റെ അടുത്ത് പറയുവാണ് ഇത് രണ്ട് കോമ്പൗണ്ടിലും എൻ്റെ കയ്യിൽ ഒറ്റൊരു കോമ്പൗണ്ടേ ഉള്ളൂ, അതിൽ ഇത് പ്രൈമറി അമീനാണോ അനിലിനാണോ എൻ്റെ അടുത്ത് തിരിച്ചറിയാൻ ചോദിക്കുന്നത്. ഐ നീഡ് ടു സേ വെദർ ദിസ് കോമ്പൗണ്ട് ഈസ് അനിലിൻ ഓർ പ്രൈമറി അമീൻ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക, ഞാൻ കണ്ടക്ട് ചെയ്യും കാർബിൽ അമീൻ ടെസ്റ്റ്. എന്താണ്, വെൻ അലിഫാറ്റിക് ആൻഡ് അറോമാറ്റിക് അമീൻസ് ആർ ട്രീറ്റഡ് വിത്ത് ക്ലോറോഫോം ആൻഡ് എത്തനോളിക്, അതിൻ്റെ റിയാക്ഷൻ ഞാൻ കാണിച്ചു തരാം. പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ്, കാർബിൽ അമീൻസ് or isocyanades are formed. These carbyl amines have very unpleasant odors. Secondary and tertiary amines do not respond to this test. അതായത് ഒരു പ്രൈമറി അമീനെ ക്ലോറോഫോം, ഞാനിപ്പോൾ സ്ഥിരം പറയുന്നതല്ല, നമ്മളെ കാർട്ടൂണിലെല്ലോ ബോധം കെടുത്തിന് ഉപയോഗിക്കുന്ന നമ്മളെ ക്ലോറോഫോമായിട്ട്, പിന്നെ പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ് 3KOH, വി ഹീറ്റ് ഇറ്റ്, നമുക്ക് കിട്ടുന്നതാണ് RNC. RCN ആണെങ്കിൽ സയനൈഡ് ആയിരുന്നു, RNC തിരിച്ചിട്ടായത്. അവിടെ നൈട്രജനാണ് അവിടെ ബോണ്ടിങ് വരുന്നത്, അതുകൊണ്ടാണ് ഈ പറയുന്ന NC ആയിട്ട് മാറിയത്. സോ വി സേ ദിസ് ഇസ് ഐസോസയനൈഡ്. ഇതിന് വളരെ എന്താണ് ഫൗൾ സ്മെല്ലിംഗ് ആയിട്ടില്ല. അതായത് നമ്മളെ ഇപ്പോൾ നിങ്ങൾ ലാബിലെല്ലാം ചെയ്തതാണ് മനസ്സിലായി, നമ്മളിപ്പോൾ അമോണിയൻ്റെ എല്ലാം ഒരു പ്രത്യേകത ഒരു മണമാണ്, വല്ലാതെ എന്താ പറയുക തലക്ക് പിടിച്ചു പോകുന്നത്, അത്രയും നല്ലൊരു സ്മെല്ലല്ലാത്തതാണ് നമ്മൾ അമോണിയ എന്നെല്ലാം പറയുന്നത്. അങ്ങനത്തെ ഒരു ചീഞ്ഞ മുട്ടേൻ്റെ ഒരു മണം എന്നെല്ലാം പറയുന്നത്, ഒരു റോട്ടൻ എഗ്ഗിൻ്റെ വരുന്നത് വെച്ചാൽ നമുക്ക് അങ്ങനത്തെ ഒരു മണമെല്ലാം വല്ലാണ്ട് എന്ന് പറയേണ്ടത് മൂക്കിന് തീരെ ഇഷ്ടപ്പെടാത്തൊരു ജാതിക്കുള്ളൊരു മണമാണ് കാർബിൽ അമീൻ. അപ്പോൾ അങ്ങനത്തെ ഒരു മണം ഉണ്ടെങ്കിൽ, ഒരു ഫൗൾ സ്മെൽ പോലെ ഉണ്ടെങ്കിൽ, വി സേ എന്താണ് നമ്മൾ എടുത്തിരിക്കുന്ന കോമ്പൗണ്ട് എന്താണ് പ്രൈമറി അമീനാണ്. ദാറ്റ്സ് വൈ വി ഗോട്ട് കാർബിൽ അമീൻ. ഇതിൽ അനിലോനോ അല്ലെങ്കിൽ സെക്കൻഡറി അമീനോ അല്ലെ പ്രൈമറി അമീൻസ് ഒന്നും റിയാക്ട് ചെയ്യില്ല. ഓൺലി പ്രൈമറി അമീൻസ് റിയാക്ട് ടു ഫോം എ ഫൗൾ സ്മെല്ലിംഗ് എന്താണ് ഐസോസൈനൈഡ്, ദറ്റ് ഇസ് RNC. കിട്ടുന്ന ബൈ പ്രൊഡക്ട്സ് 3KCl 3H2O വാട്ടർ. അപ്പോൾ എന്താ മെത്തനമീൻ CH3NH2 ക്ലോറോഫോം ആഡ് ചെയ്ത് പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ് ആൽക്കഹോളിക് ആയിട്ടുള്ളത് ആഡ് ചെയ്ത് അപ്പോൾ അതിന് ചൂടാക്കിയപ്പോൾ എന്ത് കിട്ടി? CH3NC, മീഥൈൽ കാർബൈൽ അമീൻ ഓർ മീഥൈൽ ഐസോസൈനൈഡ്. ഇത് വളരെ ഫൗൾ സ്മെല്ലിംഗ് ആണ്. ഇതാണ് ലാബിൽ മാത്രം ചെയ്യുന്നതുകൊണ്ടെന്ന് പറയാം, പക്ഷെ അത്രയും എന്ന് പറയേണ്ടത് മൂക്കെല്ലാം പൊതിപ്പിടിച്ചിട്ട് ചെയ്യേണ്ട ഒരു എക്സ്പെരിമെൻ്റ്, അല്ലെങ്കിൽ എന്ന് പറയാം മൂക്കിൻ്റെ പണി അതോടുകൂടിയും കഴിഞ്ഞു ആണ്. സോ വി സേ ഇഫ് വി ഗെറ്റ് എൻ ഐസോസൈനൈഡ്
ഫൗൾ സ്മെല്ലിംഗ് ഐസോസൈനൈഡ് വി സേ എന്താണ് കോമ്പൗണ്ട് വി ഹാവ് ടേക്കൺ ഇസ് എ പ്രൈമറി അമീൻ. അപ്പോൾ പ്രൈമറി അമീൻ ആണോ എന്ന് ടെസ്റ്റ് ചെയ്യേണ്ടിയിട്ടാണ് നമ്മൾ കാർബീൽ അമീൻ റിയാക്ഷൻ ഉപയോഗിക്കുന്നത്. അടുത്ത ഇതിൻ്റെ എന്താണ് റിയാക്ഷൻ വിത്ത് നൈട്രസ് ആസിഡ്. ഇത് ഇതിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസിൽ വരുന്നതാണ്. പ്രൈമറി അമീന് HNO2 HNO2നെയാണ് HNO2 ഇതിനെയാണ് നൈട്രസ് ആസിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ബോണ്ട് എന്താണ് കംപ്ലീറ്റ് സ്ട്രക്ചറിനെ അവിടെ വരച്ചിട്ടില്ല. ഇത് HO 2 ലോൺ പെയർ ഉണ്ട്, നൈട്രജൻ ഉണ്ട്, ഡബിൾ ബോണ്ട് O എന്നാണ് ലോൺ പെയർ, 2 ലോൺ പെയർ. അപ്പോൾ എന്ത് ചെയ്ത് ഇത് റിയാക്ട് ചെയ്യുന്ന സമയത്ത് RN2 ആയിട്ട് മാറി, RN പ്ലസ് ട്രിപ്പിൾ ബോണ്ട് N ആയിട്ട് മാറി. അത് പിന്നെയോ റിയാക്ട് ചെയ്യുന്ന സമയത്ത് എന്തായി മാറി, R പ്ലസും N ട്രിപ്പിൾ ബോണ്ട് N2 ആയിട്ട് മാറി. നൈട്രജൻ ഗ്യാസ് ലിബറേറ്റ് ആയി മുകളിലേക്ക് പോയി. അപ്പോൾ എന്താ ഈ പ്രൈമറി അമീൻസിലാണ് ഇങ്ങനെ നടക്കുന്നത്, നൈട്രജൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്ത്. സെക്കൻഡറി അമീനിൽ എന്താ സംഭവിക്കുന്നത്, നൈട്രസ് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് R2NNO എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടാണ് ഉണ്ടാവുക. അതേപോലെ നമ്മൾ ടെർഷ്യറി അമീനിൽ HNO2 ആയിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് R3N പ്ലസ് N ഡബിൾ ബോണ്ട് O എന്ന് പറയുന്ന കോമ്പൗണ്ട് ആയിരിക്കും ഇവിടെ ഉണ്ടാവുക എന്നുള്ളതാണ്. ഇതത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റിയാക്ഷൻ അല്ല, പക്ഷെ എന്നാലും പറയുന്നതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. നെയിംഡ് റിയാക്ഷൻ 4 ഇതാണ് ഹിൻസ്ബർഗ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഹിൻസ്ബർഗിൻ്റെ റിയേജൻറ്റിനെ പറയുന്ന പേരാണ് ബെൻസൈൽ സൾഫോ എന്താണ് ഇത് സൾഫോണൈൽ ക്ലോറൈഡ്, അതായത് C6H5SO2Cl. അതാണ് ബേസിക്കലി ഹിൻസ്ബർഗ് റിയേജൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്ഥിതി എന്താ, നമുക്ക് എൻ്റെ കയ്യിൽ തന്നിരിക്കുന്നത്, എൻ്റെ കയ്യിലൊരു കോമ്പൗണ്ട് പിന്നെ എന്താണ് എൻ്റെ അടുത്ത് ചോദിക്കുവാണ്, എൻ്റെ അടുത്ത് ടീച്ചർ ചോദിക്കുന്നത്, മുന്നേ സൂര്യ ഇത് പ്രൈമറി അമീനാണോ സെക്കൻഡറി അമീനാണോ ടെർഷ്യറി അമീനാണോ, ഞാനെന്താ ചെയ്യുക എന്ന് പറയേണ്ടത്, ഞാൻ ഹിൻസ്ബർഗ് ടെസ്റ്റ് നടത്തു. ഞാൻ എന്ത് ചെയ്തു, ബെൻസോയിൽ സൾഫോണൈൽ ക്ലോറൈഡായിട്ട് ട്രീറ്റ് ചെയ്ത് ഹിൻസ്ബർഗ് റിയേജൻറ്റ്. അപ്പോൾ എനിക്കൊരു ഇത് കിട്ടി, ഒരു C6H5SO2NHR എന്ന് പറയുന്ന ഒരു ഇൻ്റർമീഡിയറ്റ് കോമ്പൗണ്ട് കിട്ടി. ഇതിനെ ഞാൻ ആൽക്കലി ആയിട്ട് ട്രീറ്റ് ചെയ്ത്, ആൽക്കലി എന്ന് പറയുന്ന ബേസ്, അപ്പോൾ KOH ആയിട്ട് ട്രീറ്റ് ചെയ്ത്. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി, C6H5SO2NKR. അപ്പോൾ എന്ത് ചെയ്ത്, ബേസുമായിട്ട് റിയാക്ട് ചെയ്തത്. അപ്പോൾ ഇത് ബേസുമായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പറയും എന്താണ്, വി സേ ദ കോമ്പൗണ്ട് വി ഹാവ് ഗോട്ട് ഇസ് പ്രൈമറി അമീൻ. അതേസമയം സെക്കൻഡറി അമീൻ ഞാൻ എടുത്തപ്പോൾ എന്താ സ്ഥിതി, ഇതെന്താ ഇത്, സെക്കൻഡറി അമീനെ ഞാൻ ബെൻസോയിൽ സൾഫോണൈൽ ക്ലോറൈഡ് ട്രീറ്റ് ചെയ്തപ്പോൾ C6H5SO2NR2. അപ്പോൾ ഇതിനെ ഞാൻ പിന്നെയും ആൽക്കലയിൽ ട്രീറ്റ് ചെയ്ത്. അപ്പോൾ എന്താ അവിടെ നോ റിയാക്ഷൻ. നിങ്ങൾ ആദ്യം നോക്കി നോക്ക്, പ്രൈമറി അമീൻ റിയാക്ട് വിത്ത് ബെൻസീൻ സൾഫോണൈൽ ക്ലോറൈഡ് വി ഗെറ്റ് എൻ ഇൻ്റർമീഡിയറ്റ് കോമ്പൗണ്ട്, ദാറ്റ് കോമ്പൗണ്ട് റിയാക്ട്സ് വിത്ത് ആൻ ആൽക്കലി എന്താണ് ടു ഗിവ് ഇറ്റ്സ് എന്താണ് കൊറസ്പോണ്ടിങ് പ്രോഡക്റ്റ്. അപ്പോൾ എന്താ നമുക്ക് ഇത് ആൽക്കലിയിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലായി ഇവിടെ കിട്ടിയിരിക്കുന്ന പ്രൈമറി അമീൻ. പക്ഷേ സെക്കൻഡറി അമീനിൽ കിട്ടുന്ന ഇൻ്റർമീഡിയറ്റ് നമ്മളെ ആൽക്കലിയായിട്ട് റിയാക്ഷൻ നടക്കൂല. എന്താണ് അത് നമ്മളെ ഇപ്പോൾ KOH അതിൽ ഒഴിച്ച് കഴിഞ്ഞാൽ, ആ ലിക്വിഡ് അതിൽ ഒഴിച്ച് കഴിഞ്ഞാൽ അത് അതേപോലെ തന്നെ നിൽക്കും, അല്ലാണ്ട് പ്രത്യേകിച്ച് അതിൽ കാര്യമായ റിയാക്ഷൻ അതാണ് നടക്കുന്നില്ല. സോ വി സേ ദ കോമ്പൗണ്ട് വി ഹാവ് ഗോട്ട് എന്താണ് ഈസ് സെക്കൻഡറി അമീൻ. ടെർഷ്യറി അമീൻ എടുത്തു കഴിഞ്ഞാൽ എന്താ സ്ഥിതി, ഇതേ ബെൻസീൻ സൾഫോണൈൽ ക്ലോറൈഡ് ഒഴിച്ച് കഴിഞ്ഞാൽ ഒന്നും നടക്കൂല, അത്രയേ ഉള്ളൂ, നോ റിയാക്ഷൻ. എന്താണ് അവിടെ റിയാക്ഷൻ, ഇവിടെ അറ്റ്ലീസ്റ്റ് എന്താ പറയുക ഒരു ഇൻ്റർമീഡിയറ്റ് എങ്കിലും ഫോർമായി, ആ ഇൻ്റർമീഡിയറ്റ് പിന്നെ ആൽക്കലിറ്റ് റിയാക്ഷൻ നടക്കുന്നില്ല. ഇവിടെ എന്തെന്നാ ബെൻസീൻ സൾഫോണൈൽ ക്ലോറൈഡ് ഒഴിച്ച് കഴിഞ്ഞാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. നോ റിയാക്ഷൻ ഹാപ്പൻസ് ഇൻ ദ കേസ് ഓഫ് ടെർഷ്യറി അമീൻസ്. സോ ഇതാണ് ഹിൻസ്ബർഗ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ എന്താണ് റിയേജൻ്റ് ആവശ്യമാണ്. പിന്നെ ഇതിൻ്റെ ആ പറയുന്ന പ്രൊസീജിയർ, പ്രൈമറി അമീനാണ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക, സെക്കൻഡറി അമീൻ എങ്ങനെയാണ് മനസ്സിലാക്കുക, ടെർഷ്യറി അമീൻ എങ്ങനെയാണ് മനസ്സിലാക്കുക എന്നുള്ളത്. ദിസ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഞാനിത് എക്സാമിന് വരാനില്ല ഒരു ക്വസ്റ്റ്യനായിട്ട് തന്നെയാണ് കാണുന്നത്. എപ്പോഴും ചോദിക്കാൻ പറ്റുന്ന ഒന്നിക്കലെ ലൂക്കാസ് ടെസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മളെ ആൽഡിഹൈഡിലുള്ള ടെസ്റ്റിൻ്റെ വരുന്നതിനും നമ്മളെ ടോളറൻസ് ടെസ്റ്റ്, ഫെയിലിംഗ് ടെസ്റ്റ്, അതേപോലെ അമീൻസിൻ്റെ ഹിൻസ്ബർഗ്. ഇതിൽ ഏതെങ്കിലും ഈ ടെസ്റ്റ് 3 ടെസ്റ്റിൽ ഏതെങ്കിലും ഒരു ടെസ്റ്റ് നിങ്ങളെ എല്ലാ പേപ്പറിലും ഉണ്ടാവും. ഇറ്റ് ക്യാൻ ബി ലൂക്കാസ്, ഇറ്റ് ക്യാൻ ബി ടോളറൻസ്, ഇറ്റ് ക്യാൻ ബി ഫെയിലിംഗ്സ്, ഓർ ഇറ്റ് ക്യാൻ ബി ഹിൻസ്ബർഗ്. അപ്പോൾ ഈ 4 ടെസ്റ്റും ഇമ്പോർട്ടൻ്റ് ആണ്. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ പറയാം ഡ്യൂ ടു റെസനൻസ്. അനിലിൻ നമുക്കറിയാലോ റെസനൻസ് ആണ്, ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞു കഴിഞ്ഞാൽ റെസനൻസ് ഇങ്ങനെ തിരിഞ്ഞും പറഞ്ഞ് കളിക്കുന്ന റെസനൻസ് ആണ്. ഇലക്ട്രോൺ ഡെൻസിറ്റി ഇൻക്രീസസ് അറ്റ് ഓർത്തോ ആൻഡ് പാരാ പൊസിഷൻസ് ആസ് കമ്പയർ ടു മെറ്റാ പൊസിഷൻസ്. ഈ റെസനൻസിലില്ലത് കാരണം ഇത് ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുന്നത്, ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ആയതുകൊണ്ട് ദിസ് ഈസ് എൻ ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ്. അതായത്
ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ പോസിറ്റീവായിട്ടുള്ള അറ്റാക്കിംഗ് റിയേജൻറ്റ് ഒന്നിക്കൽ ഓർത്തോ പൊസിഷനിൽ കയറി അറ്റാച്ച് ചെയ്യും, അല്ലെങ്കിൽ പാരാ പൊസിഷനിൽ, ഈ രണ്ടിൻ്റെയും മിക്സർ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആയിരിക്കും കിട്ടുക. നമ്മൾ CHO പോലത്തെ ഗ്രൂപ്പ്സിലാണ് അത് ഇലക്ട്രോൺ വിഡ്രോയിങ് ആണ്, ഇലക്ട്രോൺ പിടിച്ച് വലിക്കുക ചെയ്യുന്നത്. അപ്പോൾ എന്താ, അത് മെറ്റാ ഡയറക്റ്റ്. അപ്പോൾ അതിൻ്റെ മെറ്റാ പൊസിഷനിലായിരിക്കും ആ പറയുന്ന നമ്മളെ ഒരു അറ്റാക്കിംഗ് റിയേജൻറ്റ് വന്ന് അറ്റാച്ച് ചെയ്യുക. പക്ഷേ ഇവിടുത്തെ എന്ന സ്ഥിതി ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഇതിൻ്റെ ഓർത്തോ പൊസിഷനിലും പാരാ പൊസിഷനിലാണ് ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതൽ. എവിടെയാണോ ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതൽ അവിടെയായിരിക്കും നമ്മൾ അറ്റാക്കിംഗ് റിയേജൻറ്റിന് വരാൻ കൂടുതൽ താല്പര്യം. കാരണം അവിടെയായിരിക്കും അതിന് കുറച്ചും കൂടി ഫെമിലിയാരിറ്റി. എന്താണ്, അപ്പോൾ therefore NH2 ഗ്രൂപ്പ് ഡയറക്ട്സ് ദ ഇൻകമിങ് ഗ്രൂപ്പ് ടു ഓർത്തോ ആൻഡ് പാരാ പൊസിഷൻ. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇറ്റ് ഇസ് എൻ ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ്. എന്താണ്, നമ്മളിപ്പോൾ NH2 എന്ന് പറയുന്നത് ഇപ്പോൾ രാജാവാണെങ്കിൽ അത് അനിൽ എന്ന് പറയുന്ന അയാളെ കൊട്ടാരമാണ്. വേറെ പുറത്തുനിന്ന് ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് എന്ന് പറയുന്നത് എന്നാ, നിർദ്ദേശം കൊടുക്കുക. യു ഷുഡ് എന്താണ് സിറ്റ് ദെയർ എന്നാ പറയാം. അതിൻ്റെ അടുത്ത് പറയും എനിക്ക് അവിടെ ഓർത്തോയിലും പേരയിലും അവിടെ കസേര വെച്ചിട്ടുണ്ട്, മര്യാദയ്ക്ക് അവിടെ പോയിക്കോളോ ഇരുന്നോളൂ, മെറ്റയിലൊന്നും കയറി ഇരുന്ന് പോർത്. എന്താണ്, ആ രീതിക്കുള്ള കമാൻഡാണ് നമ്മൾ NH2 കൊടുക്കുക. ബ്രോമിനേഷനിൽ എന്താ നടക്കുന്നത്, NH2 3Br ഇൻ H2O വാട്ടറിൽ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് രണ്ട് കേസായിട്ട് പറയുന്നുണ്ട്. ഇത് ബ്രോമിൻ വാട്ടർ എന്നതിനെ പറയാം. അതായത് ബ്രോമിൻ ഇൻ H2O ഇതിൽ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2,4,6 ട്രൈ ബ്രോമോ അനിലിൻ, അതായത് ഓർത്തോയിലും പാര എന്താണ് എല്ലാ പൊസിഷനിലും ഓർത്തോൻ്റെയും പാരൻ്റെ എല്ലാ പൊസിഷനിലും കയറി അറ്റാച്ച് ചെയ്ത്, അതായത് വി സേ ദിസ് ഇസ് 2,4,6 ട്രൈ ബ്രോമോ അനിലിൻ. ഇതായ മറ്റേ എന്താ പറയുക ബ്രോമിനേഷൻ്റെ ഒന്നാമത്തെ കേസ്. അതേപോലെ സ്പെസിഫിക് ബ്രോമിനേഷനത്തെ പാരാ പൊസിഷൻ നമുക്ക് എന്താ പറയുക ഇങ്ങനെ 2,4,6 അതായത് ഓർത്തോയിലും പാരയിലെല്ലാം ബ്രോമിന് വേണമെന്നില്ല. നമുക്ക് സ്പെസിഫിക് ആയിട്ട് ബ്രോമിൻ എന്താവണം, നമ്മളെ പാരാ പൊസിഷനിൽ മാത്രം ബ്രോമിന് വരണം. അല്ലാണ്ട് എനിക്കെന്ന് പറയാൻ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഇയാൾ എല്ലാ പൊസിഷനിലും കയറി എന്ന് പറയേണ്ടത് അലമ്പുണ്ടാക്കുന്ന എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഇയാളെ അടുത്ത് മര്യാദയ്ക്ക് എന്ത് ചെയ്യണം, ആ പാരാ പൊസിഷനിൽ അവിടെ നിന്നോളം പറയണം. അപ്പോൾ എന്ത് ചെയ്യണം, ഞാൻ ഇനി ചെറിയൊരു പ്രൊട്ടക്ഷൻ കൊടുക്കണം. എന്ത് വെച്ചിട്ട് CH3COCl ഇതേത് എവിടെയോ കണ്ടുപരിച്ചിട്ടുണ്ടല്ലോ, ദിസ് ഇസ് എസൈൽ ഗ്രൂപ്പ് CH3COCl. അപ്പോൾ ഞാൻ അനിലിനെ CH3COCl ആയിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാലും എന്താവും, ഈ NHCOCH3 എന്ന് പറയുന്നത് ഇവിടെ ഒരു പ്രൊട്ടക്ഷൻ വന്ന്, എന്നിട്ട് ഞാൻ എന്ത് ചെയ്ത് എന്താണ് Br2 ഇൻ ദ പ്രസൻസ് ഓഫ് ആസിറ്റിക് ആസിഡ് എന്താണ് എത്തനോയിക് ആസിഡിൻ്റെ പ്രസൻസിൽ ഞാൻ ബ്രോമിൻ ആഡ് ചെയ്ത്. അപ്പോൾ എന്തായി, നമ്മളെ ബ്രോമിനിലേക്ക് എന്താണ് ഈ പറയുന്ന ഇതെന്തുകൊണ്ട് ആക്ച്വലി ഇവിടെ വരാത്തതിൻ്റെ കാരണം ഞാൻ പറഞ്ഞത്, NHCOCH3 എന്ന് പറയുന്നത് ആക്ച്വലി ഈ ബ്രോമിന് വേണ്ടിക്കൽ ഈ പറയുന്ന ഓർത്തോ ഇവിടെ എല്ലാം വേണ്ടിക്ക് കയറാം. പക്ഷെ ഇവിടെ ഈ പറയുന്ന എന്താ ഈ പറയുന്ന NHCOCH3 എന്ന് പറയുന്നത് എന്താണ്, ഒരു വലിയൊരു തടിച്ച ഗ്രൂപ്പാണ്, ഒരു ബൾക്കി ഗ്രൂപ്പാണ്. ലൈക്ക് നമ്മളെ ഫാറ്റി ഗ്രൂപ്പ് എന്നെല്ലാം പറയുന്നാൽ അപ്പോൾ എന്ത് ചെയ്യൂല, നമ്മളെ എവിടെയാണ് ബൾക്കിനെസ് കൂടുതൽ, നല്ല തിരക്കിലെ സ്ഥലത്ത് നമുക്ക് പോകാനാണ് ഇഷ്ടം, അതോ ആളൊഴിഞ്ഞ സ്ഥലത്ത് പോകാനാണ് ഇഷ്ടം. ബേസിക്കലി ആളൊഴിഞ്ഞ സ്ഥലത്ത് പോകാനാണ് ഇഷ്ടം. ഇത് പാരാ പൊസിഷനിൽ ആരുമില്ല. അപ്പോൾ ഇയാൾക്ക് നേരെ കയറിയിട്ട് പാരയിൽ അറ്റാക്ക് ചെയ്യുക. പക്ഷേ ഇയാൾ ഇവിടെ കയറി അറ്റാക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇയാളുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ വലിയ തടിച്ച തിരക്കിലെ സ്ഥലം. അപ്പോൾ ഈ രണ്ട് പൊസിഷനിലും ഇയാൾക്ക് കയറി അറ്റാക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എന്തായി, അതുകൊണ്ടാണ് നമ്മളതിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചാൽ പുറത്തോ രണ്ട് പൊസിഷനെയും അവിടെ തിരക്ക് കാരണോ ബ്രോമിൻ അവിടെ അറ്റാക്ക് ചെയ്യാൻ വിട്ടില്ല. സോ ദാറ്റ് ഈസ് എന്താണ് പ്രൊട്ടക്ഷൻ ഓഫ് ദ ഓർത്തോ ആൻഡ് പാരാ പൊസിഷൻ. പിന്നെ എന്ത് ചെയ്ത് എനിൽ നിന്ന് തന്നെ പിന്നെയും കിട്ടണില്ല. അപ്പോൾ എന്താ ഇതിനെ വാട്ടർ ആഡ് ചെയ്തിട്ട് ഹൈഡ്രോലൈസ് ചെയ്ത്. അപ്പോൾ എന്തായി ഈ COCH3 ഗ്രൂപ്പ് അവിടെ നിന്ന് പോയി, എന്നിട്ട് എന്തായി അവിടെ NH2 തന്നെ തിരിച്ചു വന്ന്. സോ ഇങ്ങനെയാണ് നമ്മൾ എന്താണ് പ്രൊട്ടക്ഷൻ വഴി എന്താണ് സ്പെസിഫിക് ആയിട്ട് പാരാ പൊസിഷനിലേക്ക് ബ്രോമിനെ കയറി അറ്റാക്ക് ചെയ്യിപ്പിക്കുക. ഇതതിൻ്റെ രീതി എന്ന് പറയുന്നത്. നൈട്രേഷനിലും എന്താണ് ഒരു കാര്യമുണ്ട്, എന്താണ് നൈട്രേറ്റിംഗ് മിക്സർ കോൺസെൻട്രേറ്റഡ് HNO2 കോൺസെൻട്രേറ്റഡ് H2SO4 നൈട്രേറ്റിംഗ് മിക്സർ എന്ന് പറയുക 288 കെൽവിനിൽ ചൂടാക്കി. അപ്പോൾ എന്താ അനിലിന എന്താണ് ഇത് കിട്ടിയപ്പോൾ നമുക്ക് 3 പ്രോഡക്റ്റ് കിട്ടി. ഈ പറയുന്ന പാരാ പ്രോഡക്റ്റ് ബേസിക്കലി എന്താണ് പാരാ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ് 51% ഉണ്ട്. നമ്മളെ ഈ പറയുന്ന NO2 എന്ന് പറയുന്ന ഗ്രൂപ്പ് ഇപ്പോൾ ഇവിടെ വന്ന് ഈ പറയുന്ന ഓർത്തോ ഗ്രൂപ്പിൽ വന്നിട്ടുണ്ട്. അത് 2%. പക്ഷെ നമ്മളെ അത്ഭുതത്തിനെന്ന് നോക്കട്ടെ, ഇവിടെ
മെറ്റാ പൊസിഷൻ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല മെറ്റയിൽ വരുന്നില്ലത്, പക്ഷെ എന്താ ഇവിടെ മെറ്റയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എന്താ ഇത് 47%, അതൊരു സിഗ്നിഫിക്കൻ്റ് എമൗണ്ട് ഓഫ് പ്രൊഡക്റ്റിന് മെറ്റാ പ്രൊഡക്റ്റ് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇതാണ് ഇതിനൊരു സ്പെഷ്യൽ കേസ് എന്ന് പറയുന്നത്. അപ്പോൾ അനിലീനിയം അയോൺ വി സേ ദിസ് ഇസ് എന്താണ് മെറ്റാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ്. അപ്പോൾ എൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് ഒന്ന് വായിച്ച് നോക്കുന്നില്ലതാണ്. സൾഫോണേഷൻ. ഓക്കെ, NH2 H2SO4 കോൺസെൻട്രേറ്റഡിൽ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് NH3 HSO4 എന്ന് പറയുന്ന ഒരു ഇൻ്റർമീഡിയറ്റ് ഉണ്ടാവും. അതിനെ പിന്നെയും 473 കെൽവിനിൽ ചൂടായി കഴിഞ്ഞാൽ എന്താണ് നമ്മളെ ഈ പറയുന്ന HSO4 ഗ്രൂപ്പ് എന്താണ് ആക്ച്വലി ഇവിടുന്ന് ഈ NH3 എന്നൊരു ഹൈഡ്രജനും HSO4 ഗ്രൂപ്പും ചേർന്നിട്ട് എന്താണ് SO3H. ഓക്കെ, അങ്ങനെയല്ല, അത് എന്താണ് ഈ പറയുന്ന ഗ്രൂപ്പ് നേരെ ഞാൻ കാണിച്ചു തരാം. ഈ ഗ്രൂപ്പ് എന്താ നേരെ ഇവിടത്തേക്ക് വേറെ പൊസിഷനിലേക്ക് വരും. അപ്പോൾ എന്താ ഇത് SO3H എന്ന് പറയുന്ന സൾഫാനിലിക് ആസിഡ് എന്നാണ് പറയുക. ഈ പാരാ പൊസിഷനിൽ SO3H എന്ന് പറയുന്ന സൾഫോണിക് ഗ്രൂപ്പ് കയറി വന്നത്. ദിസ് ഈസ് ഇൻ ഇക്വിലിബ്രിയം വിത്ത് എന്താണ് SO3 മൈനസ് ആ H എന്ത് ചെയ്യും, ഈ H നേരെ കയറിയിട്ട് ഇവിടെ ഇല്ല H ഇവിടത്തേക്ക് പോവും. അപ്പോൾ എന്താ NH3 പ്ലസ് ആയി മാറും, SO3 മൈനസ്. അപ്പോൾ എന്താണ് ഇത് രണ്ടും ആക്ച്വലി ഇക്വിലിബ്രിയത്തിലാണ് നിൽക്കുന്നത്. സ്വിറ്റർ അയോൺ ഫോർമേഷൻ എന്നതിനെ പറയുക. സൾഫാനിലിക് ആസിഡ് ഇസ് ഇൻ ഇക്വിലിബ്രിയം വിത്ത് സ്വിറ്റർ ആണ്. അപ്പോൾ ഇതെന്ത് ചെയ്യും, ഈ H പിന്നെയും ഇങ്ങോട്ട് താഴെ വരും, ഇവിടെ NH2 ആയി മാറും, ഇവിടെ SO3H ആവും, പിന്നെയും ഈ പഴയ അവസ്ഥയിലേക്ക് പോവും, ഇയാൾ പിന്നെയും മുകളിലേക്ക് വരും. സോ ദിസ് വി സേ ദിസ് ഇസ് ഇൻ ഇക്വിലിബ്രിയം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു എന്താണ് PDF ഞാനിൻ്റെ ഇപ്പോൾ എന്താ പറയുക എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ അതുകൂടി ഞാൻ ഉൾപ്പെടുത്താം. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക അതിൻ്റെ ഒരു ലിങ്ക് കൂടി ഞാനിതിൽ എന്തായാലും ഉൾപ്പെടുത്തുന്നതായിരിക്കും. സോ എന്താണ് ഞാൻ താങ്ക് യുനും കൂടി ഉൾപ്പെടുത്താൻ വിട്ടുമല്ലേ. സോ താങ്ക് യു. എന്താണ് നമ്മൾ ഈ പറയുന്ന ഓർഗാനിക് കെമിസ്ട്രി ഇതോടുകൂടി തീരുവാണ്. അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ലിങ്ക് കൂടി ഇതിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും വെരി സൂൺ. അപ്പോൾ അതുകൂടി എന്താണ് പഠിക്കുന്നതിലാണ്. സോ ദിസ് ഈസ് ദ എൻഡ് ഓഫ് ഓർഗാനിക് കെമിസ്ട്രി. സോ വളരെ എന്താണ് കുറേ റിയാക്ഷൻസിലൂടെയൊക്കെ നമ്മൾ കടന്നു പോയിട്ടുണ്ട്. പല നെയിംഡ് റിയാക്ഷൻസും പല കെമിക്കൽ റിയാക്ഷൻസും പല പ്രിപ്പറേഷൻ മെത്തേഡ്സിലൂടെയെല്ലാം ഈ 4 പാഠത്തിൽ കടന്നു പോയിട്ടുണ്ട്. സോ ഇത്രയും കാലം സപ്പോർട്ട് ചെയ്ത് നമ്മളെല്ലാ കൂട്ടുകാർക്കും എന്തായാലും വലിയ നന്ദി അറിയിക്കുവാണ്. സോ താങ്ക് യു ആൻഡ് ഇറ്റ്സ് മീ സൂര്യകിരൺ സൈനിങ് ഔട്ട്.